കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കാൻ നമുക്ക് കൃപ ചോദിക്കാം. ദൈവപുത്രാ
Yes,
തീർച്ചയായും ഈശോ പ്രാർത്ഥന കേൾക്കുന്നവരാണ്. ജീവിക്കുന്ന ഈശോയുടെ മുമ്പിലാണ് നാം വിഭാഗിക്കുന്നത്. നമ്മുടെ ഏത് അവസ്ഥയിൽ കടന്നു പോയാലും ഇന്ന് പരാജയം നാം തിരിച്ചാലും നാളെ വിജയമായി മാറും. വിജയം തരുന്ന കർത്താവ് നമ്മുടെ കൂടെ. നമ്മുടെ എല്ലാ വേദനകളും എടുത്തു മാറ്റാൻ ഈശോ നമ്മുടെ കൂടെ. അവൻ ഇമ്മാനുവേലാണ്, നമ്മുടെ കൂടെയുള്ളവൻ. അവൻ കാത്തിരിക്കണം. ദൈവത്തിൽ യേശുവിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പ്രിയമക്കളെ, നിരാശരാകുക, പ്രത്യാശയോടെയിരിക്കുക. ഇതൊന്നും പരാജയമല്ല. നമുക്കുണ്ടാകുന്ന കടബാധ്യം, നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, തകർച്ചകളെല്ലാം ഒരു പരാജയമല്ല, ഒരു വിജയമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ഉയർത്തും. തക്ക സമയത്ത് ദൈവം നമ്മുടെ ഇടപെടും. നമ്മൾ രാവിലെ കേട്ടതുപോലെ അബ്രഹാം തന്നെ മകനെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ എല്ലാം കൊണ്ടുപോയി ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ കണ്ടില്ല. എന്നാൽ സ്വന്തം മകനെ പിടിച്ചു കെട്ടി
ആടിയിലേക്ക് കൊണ്ടുപോയി കൊന്നുകളയാൻ നോക്കിയപ്പോൾ അവിടെ ദൈവം ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോ ദൈവം ഇടപെടും. തക്ക സമയത്ത് ഈശോ ഇടപെടും. സമാധാനമായിരിക്കുക, സന്തോഷമായിരിക്കുക, എപ്പോഴും നന്ദി പറയുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാവരും നന്ദി പ്രകാശിക്കുക. ഇതാണ് പ്രിയമക്കളെ ഈശോ നമ്മൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും സന്തോഷത്തിലേക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാവരും നന്ദി പറയുക, നമ്മുടെ എല്ലാ വേദനകളെയോ നന്ദി പറയുക, എല്ലാവരോടും നന്ദി പറയുക, ഭർത്താവിനോട് നന്ദി പറയുക, ഭാര്യയോട് നന്ദി പറയുക, മക്കളോട് നന്ദി പറയുക, അയൽവാസികളോട് നന്ദി പറയുക, കൂടെ ജോലി ചെയ്യുന്നവരോട് നന്ദി പറയുക, നമ്മുടെ വേദനകളോട് നന്ദി പറയുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി പറയുക, നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുള്ളവർ നന്ദി പറയുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമ്മളെക്കാൾ എത്രയോ വേദനിക്കുന്ന മക്കളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. പ്രിയമക്കളെ, അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നെ അയച്ചിരിക്കുകയാണ്, നീ ഒരു ദൂതനാണ്, നിന്നെ ഈശോ അയച്ചിരിക്കുകയാണ്. പ്രിയമകനെ മകളെ, നിന്റെ അയൽവാസിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു, നിന്നെ വേദനിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു, നിന്നെ ദുഃഖിച്ചവർക്ക് നീ പ്രാർത്ഥിക്കുന്നു, നിന്നെ എപ്പോഴും ശല്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ ഈ അവസ്ഥയിലാക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് നിന്നെ ദരിദ്രനാക്കി മാറ്റിയ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ വികാരവുമാകും ഈശോ ജീവിതം. നമ്മളെല്ലാവരും ഈശോ ഓർക്കുന്നുണ്ട്. നീ എന്റേതാണ്, എന്റെ മാത്രം ഈശോയായിരുന്നു ജീവിക്കുന്ന ഈശോയെ ഒരു കൂടി നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഇവിടെ ഒരു കൂടി ഞാൻ ആരാധനയിലേക്ക് ഇന്നത്തെ നിയോഗത്തെക്കുറിച്ച് എല്ലാവരും സമർപ്പിക്കുന്ന പ്രത്യേകിച്ച് ഏലിയാമ്മ പൗലോസ്, ജോ വർഗീസ്, ആഗ്നസ് കോളി, എഡ്വിൻ ജോഷി, ക്രിസ് ആൽബി, മാത്യു ജേക്കബിൽ, വിനോ മാത്യു, സിബി, ഷാലി ഷെറി, ആൻസി പോളി, ജയ മാത്യു, മേരി ജോസ് എന്നിവരെ വ്യക്തമായിട്ട് സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തെയും സമർദ്ദമായിരിക്കും എല്ലാ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കട്ടെ. അതുപോലെ എഴുതിയിരിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരുടെ നിയോഗത്തെയും തൊട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് കൂടി യേശുവിനെ ആരാധിച്ച് പാട്ട് പാടി Oh,
പ്രാർത്ഥിക്കുന്നതായിരിക്കും. രണ്ട് ലൈനായിട്ട് മുമ്പിലേക്ക് കടന്നു വരിക. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഇവിടെ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും സങ്കീർത്തനം ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടാകും. ഈശോനെ എടുത്തുവെച്ച് സങ്കീർത്തനം പാരായണം ഉണ്ടാകും. കുർബാന ഉണ്ടാകും. രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും ഇവിടെ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സൗഖ്യപ്പെടുത്തലുണ്ടാകും. അപ്പോൾ വരാൻ വരിക, അവരുടെ സങ്കീർത്തനം ആലപിക്കും. അവിടെ മാറി നമ്മൾ സങ്കീർത്തനം ആലപിക്കും. ആരാധന എടുത്തിരിക്കും, അങ്ങനെ സങ്കീർത്തനം ആലപിക്കും. അവസാനം കുർബാന ഉണ്ടായിരിക്കും. എല്ലാ മാസത്തിന്റെയും ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും. രണ്ടാമത്തെ ശനിയാഴ്ച പിന്നെ രണ്ടാമത്തെ ബുധനാഴ്ച പതിവ് പോലെ നമ്മുടെ ഈ സൂക്ഷിച്ച ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും പരമാവധി വരാൻ പരിശ്രമിക്കുക, എല്ലാവരോടും അറിയുക. അതുപോലെ തന്നെ ഇവിടെ താമസിച്ചുള്ള ധ്യാനം 10 പേർക്ക് മാത്രം താമസിക്കാനുള്ള അവസ്ഥ ഒരുക്കുന്നുണ്ട്. അതിന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ശുശ്രൂഷ വരുമ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ജപമാല ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാം നമുക്കറിയാം, ഇത്രയും ഒരുപാട് ചെലവുണ്ട് ഇവിടെ നടത്താനായി. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ആള് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വേണം ആൾക്കാരെ തടസ്സം മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു മുതൽ എല്ലാ ദിവസവും ഒരു മൊത്തമെങ്കിലും നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ വരുന്ന ഓരോ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുകയാണ്. ഓർമ്മിക്കുകയാണ്, മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12:30 വരെ സങ്കീർത്തനം ആലപിക്കുകയും പിന്നെ അവസാനം കുർബാനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും.